ബംഗാളിൽ ടിഎംസി ബി.ജെ.പി പ്രവർത്തകർ തമ്മിൽ സംഘർഷം. പൂർബ മേദിനിപൂരിലാണ് സംഘർഷമുണ്ടായത്. ബി.ജെ.പി സ്ഥാനാർത്ഥിയും കൽക്കട്ട ഹൈക്കോടതി മുൻ ജഡ്ജിയുമായ അഭിജിത്ത് ഗംഗോപാധ്യായയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണ റാലിക്കിടെയാണ് സംഘർഷമുണ്ടായത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ ചേർന്നു. ബൽറാം, വിവരങ്ങൾ. സുഹൈൽ, പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വീണ്ടും സംഘർഷമുണ്ടായിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും പ്രവർത്തകരാണ് ഏറ്റുമുട്ടിയത്. പൂർവ്വ മേദിനിപൂരിൽ വെച്ചാണ് ഈ സംഘർഷമുണ്ടായത്. തംലൂക്കിലെ ലോക്സഭാ സീറ്റിലെ ബി.ജെ.പി സ്ഥാനാർത്ഥിയായ അഭിജിത്ത് ഗംഗോപാധ്യായയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള ഘോഷയാത്രയ്ക്കിടെയാണ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും ബി.ജെ.പി പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത്. പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി അടക്കമുള്ള നേതാക്കൾ ഈ ഘോഷയാത്രയുടെ ഭാഗമായി പങ്കെടുത്തിരുന്നു. അതിനിടെ ഈ തൃണമൂൽ പ്രവർത്തകർ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയെന്നും കല്ലേറുണ്ടായി എന്നുമാണ് ബി.ജെ.പി പ്രവർത്തകർ ആരോപിക്കുന്നത്. രണ്ട് വിഭാഗങ്ങളിലെയും പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് ഇടപെട്ടതോടെ നിലവിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നാണ് മേഖലയിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു ഈ ഏറ്റുമുട്ടലിൽ എന്നുള്ളതാണ്. ഈ സംഘർഷത്തെ തുടർന്ന് പ്രദേശത്ത് കൂടുതൽ പോലീസിനെയും കേന്ദ്രസേനയെയും വിന്യസിച്ചിട്ടുണ്ട്. സുഹൈൽ, ശരി. അധ്യാപക നിയമന അഴിമതിയിലടക്കം സർക്കാരിനെതിരെ നിലപാടെടുത്ത അഭിജിത്ത് ഗംഗോപാധ്യായ ഈ ഹൈക്കോടതി ജഡ്ജി സ്ഥാനം രാജിവെച്ചാണ് ബി.ജെ.പിയിൽ ചേർന്ന് അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് സ്ഥാനാർത്ഥിയാകുന്നത്.